ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. മോക്ക് ടെസ്റ്റാണ്, എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫുൾ മാർക്കും വാങ്ങാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവണം. ഓക്കെ, തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. തെറ്റിയത് ഒരു പക്ഷേ ശ്രദ്ധക്കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള ഒരു ക്ഷമയൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് വായിക്കാനുള്ള ഒരു ക്ഷമ കുറവുകൊണ്ട് തെറ്റുത്തരത്തിലേക്ക് എത്താനും, അല്ലേ, ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചാൽ തന്നെ ഉത്തരം അങ്ങോട്ട് ചാടിക്കയറി പറയുക. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കില്ല, 4 ഓപ്ഷൻ വായിച്ചാലേ ശരിക്കും ആപ്റ്റായിട്ടുള്ള ഉത്തരം കിട്ടുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതൊന്ന് ഓർമ്മയിലുണ്ടാവണം. പിന്നെ ഏതൊരു മോഡൽ എക്സാം എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അറിയാത്ത ചോദ്യങ്ങളും ഉണ്ടാവും. ആ എക്സാമിൽ അറിയുന്ന ചോദ്യങ്ങളും ഉണ്ടാവും. അറിയാത്ത ചോദ്യങ്ങൾ കണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പതറരുത്, ടെൻഷൻ ആവരുത്. ഓക്കെ, അങ്ങനെ ടെൻഷൻ അടിച്ചാൽ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുക, നമുക്ക് അറിയുന്നത് പോലും നമ്മൾ തെറ്റിക്കും. അപ്പോൾ നേരെ സമയം കളയുന്നില്ല, നേരെ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ, VN വാസവൻ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം, ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആര് അന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ആര് മരണപ്പെട്ടപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞൊടുങ്ങി എന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത് എന്ന് ചോദിച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രി, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, VK കൃഷ്ണമേനോൻ. രണ്ടാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യൻ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷന്റെ റിപ്പോർട്ടാണ് എന്നാണ് ചോദ്യം. സുബ്രഹ്മണ്യൻ കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി, കൊത്താരി കമ്മിറ്റി ഇവയൊന്നുമല്ല. ഇന്ത്യൻ അധ്യാപകരുടെ മാഗ്ന കാർട്ട. നാലാമത്തെ ചോദ്യം, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? പ്ലേറ്റോയുടെ റിപ്പബ്ലിക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തതേത്? ഉൾപ്പെടാത്തതാ ചോദിച്ചത്. ഇന്ത്യക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ഒന്നാമത്തേത്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം. C, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. D, പൗരാവകാശങ്ങൾക്ക് സംരക്ഷണം നൽകും. ഇതിലേതാണ് ഉൾപ്പെടാത്തതാ ചോദിച്ചത്? ഒന്ന് വായിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും. ആറാമത്തെ ചോദ്യം, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ അഥവാ RUSAയുടെ പ്രധാന ലക്ഷ്യമെന്ത്? തുല്യതയും ഗുണനിലവാരവും ഉറപ്പാക്കുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക, യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക. ആറാമത്തെ ചോദ്യമാണ്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ലൈംഗിക ഹോർമോൺ അല്ലാത്തതേത്? അഡ്രിനാലിൻ, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോൺ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, വിമാനയാത്രക്കാർക്ക് കടലാസുരഹിത യാത്രാനുഭവം ഒരുക്കാനായി വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ സംരംഭം ഏത് എന്നാണ് ചോദ്യം. സംരംഭം ഏത് എന്നാണ് ചോദ്യം. ശുഭയാത്ര, ഇ യാത്ര, ശുഭ് ഡിജിറ്റൽ, ഡിജി യാത്ര. ഓക്കെ, ശുഭ് ഡിജിറ്റൽ, ഡിജി യാത്ര, ശുഭയാത്ര, ഇ യാത്ര. ഒൻപതാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് വെസ്റ്റേൺ ഗാട്സ് എ ലവ് സ്റ്റോറി എന്നത്? വെസ്റ്റേൺ ഗാട്സ് എ ലവ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? കസ്തൂരിരംഗൻ, പ്രൊഫസർ ശോഭീന്ദ്രൻ, മാധവ് ഘാട്ഗിൽ, വന്ദന ശിവ. പത്താമത്തെ ചോദ്യം, ദ്വാരക എക്സ്പ്രസ് വേ എന്നറിയപ്പെടുന്ന ദേശീയപാത ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ എന്നറിയപ്പെടുന്നത് NH 312B, NH 148A, NH 248 BB, NH 68A. 10 ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ തുറമുഖ വകുപ്പ് ആരാണ്? VN വാസവൻ.
രണ്ടാമത്തെ ചോദ്യം, ആരന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് ഇന്ദിരാഗാന്ധി അനുശോചിച്ചുകൊണ്ട് പറഞ്ഞത്? അത് VK കൃഷ്ണമേനോനാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഏത് റിപ്പോർട്ടാണ്? കൊത്താരി കമ്മിറ്റി റിപ്പോർട്ടാണ്. നാലാമത്തെ ചോദ്യം, പ്ലേറ്റോയുടെ റിപ്പബ്ലിക് തർജ്ജമ ചെയ്തത് ആരാണ്? രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ അല്ലെ? സക്കീർ ഹുസൈൻ ആണ്. അഞ്ചാമത്തെ ചോദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്? ഇന്ത്യക്കാരെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, ശരിയല്ലേ? അറസ്റ്റ് ചെയ്യാം, ശരിയാണ്. ഉൾപ്പെടാത്തതാ ചോദിച്ചത്. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിൽ വെക്കാം, ശരിയാണ്. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, ശരിയാണ്. അപ്പോൾ A അല്ല, B അല്ല, C അല്ല. അപ്പോൾ ഉത്തരം D. എന്താണ്? പൗരാവകാശങ്ങൾ സംരക്ഷണം നൽകുന്നു, ശരിയാണോ? അല്ലല്ലോ. കരിനിയമമല്ലേ റൗലറ്റ് നിയമം? ഗാന്ധിജി അങ്ങനെയല്ലേ അതിനെ വിശേഷിപ്പിച്ചത്? യെസ്. അപ്പോൾ ഉത്തരം D ആണ്. ആറാമത്തെ ചോദ്യം, രാഷ്ട്രീയ ഉച്ചതാ ശിക്ഷാ അഭിയാൻ അഥവാ RUSAയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നതാണ്. ഏഴാമത്തെ ചോദ്യം, ലൈംഗിക ഹോർമോൺ അല്ലാത്തത്? ടെസ്റ്റോസ്റ്റിറോണും ഈജസ്ട്രോണും പ്രൊജസ്ട്രോണും ഒക്കെ എന്താണ്? ലൈംഗിക ഹോർമോൺ ആണ്. അല്ലാത്തതാ ചോദിച്ചത്? അഡ്രിനാലിൻ. എട്ടാമത്തെ ചോദ്യം, വിമാനയാത്രക്കാർക്ക് കടലാസ് രഹിത യാത്രാനുഭവം ഒരുക്കാനായിട്ട് വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച ഡിജിറ്റൽ സംരംഭമാണ് ഡിജി യാത്ര എന്നത്, കേട്ടോ, ഡിജി യാത്ര. ഒൻപതാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയാണ് വെസ്റ്റേൺ ഗാട്ട് എ ലവ് സ്റ്റോറി എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിലിനെയാണ്, മാധവ് ഗാഡ്ഗിൽ. പത്താമത്തെ ചോദ്യം, ദ്വാരക എക്സ്പ്രസ് വേ എന്നറിയപ്പെടുന്നത് ദേശീയപാത ഏതാണ്? NH 312B, NH 148A, NH 248B, BB, NH 68A. ഉത്തരം C ആണ്. NH 248 BB ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 10 ചോദ്യങ്ങൾ. ഏതൊക്കെ ശരിയായിട്ടുണ്ട്, ഏതാണ് തെറ്റിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി. നന്നായി പഠിക്കുക. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ റിസൾട്ട്. ഓക്കെ, താങ്ക് യു.